വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ്. കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് താരത്തിന്റെ പവി കെയർ ടേക്കർ എന്ന പുതിയ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പവി കെയർ ടേക്കർ. ദിലീപിനൊപ്പം ജൂഹി ജയകുമാർ, ശ്രേയ രുക്മിണി, റോസ്മിൻ, സ്വാതി, ദിലീന രാമകൃഷ്ണൻ എന്നീ 5 പുതുമുഖ നായകന്മാരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ജോണി ആന്റണി, രാധിക ശരത് കുമാർ, ധർമ്മജൻ ബോൾഗാട്ടി, സ്ഫടികം ജോർജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തന്റെ പുതിയ ചിത്രത്തിന്റെ റിലീസ് തിരക്കിനിടയിലും വോട്ട് ചെയ്യാൻ മറക്കാതെ ദിലീപ് എത്തിയിരുന്നു. മുൻ വർഷങ്ങളിലെ ഇലക്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒറ്റയ്ക്കാണ് ഇത്തവണ ദിലീപ് ആലുവയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. പവി കെയർ ടേക്കർ എന്ന ചിത്രം ഇന്ന് റിലീസ് ആകുകയാണെന്നും ഇവിടെ വോട്ട് ചെയ്ത ശേഷം അവിടെയും നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ദിലീപ് പറഞ്ഞു. ബൂത്തിൽ തിരക്ക് കുറവായതിനാൽ ക്യൂവിൽ നിൽക്കാതെ തന്നെ ദിലീപ് വോട്ട് ചെയ്ത് മടങ്ങാൻ സാധിച്ചു. ഞാൻ വോട്ട് ചെയ്തു. വോട്ട് ചെയ്യാത്ത എല്ലാവരും എത്രയും വേഗം തന്നെ വന്ന് വോട്ട് ചെയ്യുക. അതല്ലാതെ കൂടുതലായി ഒന്നും പറയാനില്ല. പവി കെയർ ടേക്കർ എന്ന ചിത്രം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വോട്ട് ചെയ്ത ശേഷം അവിടെയും നിങ്ങൾ ഓരോ വോട്ട് ചെയ്യണമെന്നും ദിലീപ് പറഞ്ഞു. പോളിംഗ് ബൂത്തിന് പുറത്ത് ആരാധകർക്കൊപ്പം സെൽഫി എടുത്തതിന് ശേഷമാണ് ദിലീപ് മടങ്ങിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുടുംബസമേതമായിരുന്നു ദിലീപ് വോട്ട് ചെയ്യാൻ എത്തിയത്. അമ്മയ്ക്കും ഭാര്യ കാവ്യ മാധവനും മറ്റു ബന്ധുക്കൾക്കും ഒപ്പമായിരുന്നു അന്ന് ദിലീപ് എത്തിയത്. അന്ന് കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാകുമോ എന്ന ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ കലാകാരനായതിനാൽ തുടർ ഭരണം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് പ്രതികരിക്കാനില്ല എന്നായിരുന്നു ദിലീപിന്റെ മറുപടി. ദിലീപിന്റെ വീഡിയോ വൈറലായതോടെ ചോദ്യവുമായി പ്രേക്ഷകർ രംഗത്തെത്തിയിരുന്നു. ഇത്തവണ കാവ്യയെയും മീനാക്ഷിയെയും അമ്മയെയും ഒന്നും കാണാത്തതിനെ കുറിച്ചായിരുന്നു പലരും ചോദിച്ചത്. എവിടെ പോയാലും ഒപ്പം കാവ്യ കാണാറുണ്ടല്ലോ, ഇത്തവണ എവിടെ പോയി, വോട്ടില്ലേ, കാവ്യം ഉപേക്ഷിച്ചോ എന്നിങ്ങനെയായിരുന്നു വന്നിരുന്ന കമന്റുകൾ. ഇതിന് മറുപടിയായി ചില ആരാധകർ തന്നെ രംഗത്തെത്തിയിരുന്നു. കാവ്യ ഓസ്ട്രേലിയയിൽ സഹോദരനൊപ്പം അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയാണെന്നും മകൾ മഹാലക്ഷ്മിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചെന്നുമായിരുന്നു കമന്റ്. അവധി ആഘോഷിക്കാൻ പോയതെല്ലാം കേസ് പേടിച്ച് നാട് വിട്ടു പോയതായിരിക്കുമെന്നുമുള്ള പരിഹാസ കമന്റുകളും വന്നിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു കാവ്യ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്. നാട്ടിൽ ചെന്നൈയിലാണ് ദിലീപും കാവ്യയും താമസിക്കുന്നത്. മൂത്ത മകൾ മീനാക്ഷി MBBS പഠിക്കുന്നതും ചെന്നൈയിലാണ്.